ഹായ് ഗായ്സ്, ഞാൻ ഇന്നെൻ്റെ ലൈഫിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ബഡ്ജറ്റ് ഒന്നും നമുക്ക് പറ്റാത്തത് കൊണ്ട് ചെയ്യണ്ടെന്ന് ഓർത്തു. സോ ഞാൻ ഇന്ന് അത് ചെയ്യാൻ പോവുകയാണ്. എന്നാവും നോക്കാം. അപ്പോൾ ഹരി എന്നെ കൂട്ടാൻ വന്നിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ ചെന്നത് കാക്കനാടുള്ള ലാക്മി സിഗ്നേച്ചർ സലൂണിലേക്കായിരുന്നു. എനിക്ക് അവിടെ ഒരു കൊളാബ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളവിടെ പോയത്. സോ അവിടെ ചെന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. സ്ക്രിപ്റ്റ് ഒക്കെ നോക്കി അതൊക്കെ വായിച്ച് പഠിച്ച് നമ്മൾ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണ പോലെ അത്ര ഈസി ഉള്ള പണിയല്ല ഈ ആക്ടിങ് എന്ന്. ഞാൻ ഇതിനു മുമ്പ് കൊളാബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്ത് വീഡിയോ എടുക്കുന്ന ഫസ്റ്റ് ടൈം ആയിരുന്നു. എന്തൊക്കെയോ കാണിച്ച് കുറേ ടേക്ക് ഒക്കെ എടുത്ത് ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. നമ്മളൊരു 11 മണിയായപ്പോഴാണ് അവിടെ ചെന്നത്. എന്നിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ നമ്മൾ ഷൂട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നന്നായിട്ട് വിശന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അറേബ്യൻ പാലസിൽ വന്നിട്ട് ഒരു മന്തി അങ്ങ് കഴിച്ചു. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്യാൻ വന്ന കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് സലൂണിൽ ചെന്നിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അറേബ്യൻ പാലസിൽ എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കായിരിക്കും. ഹരിക്കാണെങ്കിൽ എൻ്റെ കൂടെ വന്നതുകൊണ്ട് ഭയങ്കര ബോറടി ആയിരുന്നു. കാരണം അവിടെ വെറുതെ ഇരിക്കണമായിരുന്നു അവൻ ഇത്രയും നേരം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ച് സലൂണിലെത്തി. യെസ് ഗായ്സ്, ഇനിയാണ് ഞാൻ പറഞ്ഞ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണ കാര്യം അതേ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോവാണ്. ഈ പുള്ളിക്കാരിയാണ് എനിക്ക് ചെയ്തു തരുന്നത്. അത് ഞങ്ങൾ കുറെ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ പുള്ളിക്കാരിക്ക് ഒരു റെഫറൻസ് കാണിച്ചു കൊടുത്തു. ഇത് ചെയ്യാനായിട്ട് കുറച്ച് അധികം നേരം വേണമായിരുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് ഞങ്ങളുടെ ഭാഷ, ഞങ്ങൾക്ക് പുള്ളിക്കാരുടെ ഭാഷ അധികം അറിയാൻ പാടാത്തത് കൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ കൂടി ചേർന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. പിന്നെ നമ്മൾ മലയാളീസ് അവിടെ പോയാൽ അവരെ മലയാളം പഠിപ്പിക്കാനല്ലേ നോക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ പുള്ളിക്കാരനെ കുറച്ച് മലയാളം പഠിപ്പിക്കാൻ നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ പിടിയില്ലാത്തതുകൊണ്ട് ടൈം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് കുറേ സംസാരിച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത എക്സാക്റ്റ് ആ റെഫറൻസ് പോലെ തന്നെ പുള്ളിക്കാരി എനിക്ക് ആർട്ട് ചെയ്തു തന്നായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കുറച്ച് വീഡിയോ പിക്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴി വിശന്നപ്പോൾ ചോക്കോ ബ്രൗണി കയറി ഒരു ഡോണറ്റും ക്രീം എണ്ണും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഗൈസ് ബൈ.